ഉറക്കം കുറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഉറക്കം കൂടിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ യൂത്ത് ഉറങ്ങുമ്പോ ഇപ്പൊ രചന കുട്ടി അവിടുത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു? അത് യൗവനായതുകൊണ്ട് ഇങ്ങനെ 750 രൂപ കൊണ്ട് ഒളിച്ചോടാൻ വന്നപ്പോ ഞാൻ ആലോചിക്കണമായിരുന്നു ഇയാളൊരു എച്ചി ആയിരിക്കുമെന്ന്. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. Once upon a time, once upon a time, once upon a time, once upon a time. Hello dearest viewers and welcome, and this is a brand new episode of Once Upon a Time Season 4 Stand Up for Girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. Once Upon a Time Season 4 ഒരു ഹണ്ടിലാണ്, ഒരു അന്വേഷണത്തിലാണ്. അതായത് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകൾ കാഴ്ചവെക്കുവാനായിട്ട്, പ്രതിഭ തെളിയിക്കുവാനായിട്ട് കഴിവുള്ള ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർക്ക് വേണ്ടി ഒരു അടിപൊളി വേദി ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ഇതിനോടകം തന്നെ ഒരുപാട് കഴിവുള്ള പ്രതിഭകളാണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. ആൻഡ് ദ ജേർണി ഈസ് വെരി ഫ്രൂട്ട്ഫുൾ. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് കടക്കുന്നു. വെൽക്കം വൺസ് അഗൈൻ. നമ്മുടെ ഷോയുടെ നെടും തൂണുകൾ, നമ്മുടെ 2 ജഡ്ജസിനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ദി വൺ ആൻഡ് ഓൺലി ദി കോമഡി കിങ് രമേശ് പിഷാരടി, the beautiful, the gorgeous, the talented രചന നാരായണൻകുട്ടി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷോയുടെ ഒരു കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്നത് ഈ വ്യക്തി ഇല്ലെങ്കിൽ നമ്മുടെ ഷോ ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ട് നല്ലൊരു കൈഡ് കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടാറ്റ പ്രോ മാക്സ്. നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു സംഭവം ഉണ്ടായി. എന്താ? അതായത് പോലീസുകാര് ഒരു പാവപ്പെട്ടവനെ പിടിച്ചുകൊണ്ടുപോയി അങ്ങോട്ട് ഇടിച്ചു. അയ്യോടാ. ഇടിച്ചിടിച്ചിടിച്ച് നടുവൊക്കെ ഇടിച്ച് വെള്ളം പോലെ ആക്കി കഴിഞ്ഞപ്പോൾ അറിഞ്ഞ ആള് നിരപരാധിയാണ്. പിന്നെ പോലീസിന്റെ SIക്ക് വിഷമായി. പുള്ളി വേഗം തന്നെ ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞ്, എൻ്റെ പൊന്നു സാറേ, ഞാൻ ഇനി പോയിട്ട് എന്താ കാര്യം? ഈ മാതിരി ഇടിച്ചെൻ്റെ നടുവൊക്കെ വെള്ളം പോലെ ആക്കിയില്ലേ, ഇനി എങ്ങനെ ഞാൻ പണിയെടുത്ത് ജീവിക്കും? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി പോണില്ല, അവിടെ തന്നെ കൂടാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ SIക്ക് തോന്നിയേ, ഓ പാവമായി പോയി, നീ പിന്നെ ജീവിക്കാൻ പറ്റൂല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ അവിടെയൊക്കെ നാട്ടിൽ ചെറിയ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നോ, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ചെറിയ ചില്ലറയൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ അങ്ങോട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ പോയി നാട്ടിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവൻ പോയി മധ്യസ്ഥനാവും. അങ്ങനെ മധ്യസ്ഥൻ ശശി എന്ന് പേരും വന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയും, അതെ ഒരു ചെറിയ അടിപിടിയാണ്, നമ്മുടെ ഒരു പയ്യനാ, അത് വിട്ടേര്. അപ്പോൾ SI വിടും, ഇയാൾക്കത്തിരി പൈസ കിട്ടും. അത് കഴിയുമ്പോൾ പറയും, അതെ ഒരു ചെറിയ ഒരു അതിർത്തി തർക്കമാണ്, നമ്മുടെ പയ്യനാ, അങ്ങ് വിട്ടേര് എന്ന് പറയുമ്പോൾ SI വിടും. അപ്പം ഇവന് പൈസ കിട്ടും. അങ്ങനെ ഒരു ദിവസം ഇവൻ SIയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ സാറേ, നമ്മുടെ ഒരു പയ്യനാ, എന്താ പ്രശ്നം? ഒരു ചെറിയ കൊലപാതകം, ഒരുത്തരെ തട്ടിക്കളഞ്ഞു. SI അവൻ്റെ പൊങ്ങയ്ക്ക് പിടിച്ച് 4 ഇടി കൊടുത്ത് വിട്ടുന്നതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത്. ഇപ്പൊ ആള് ഭിത്തിമയുണ്ട്. പിന്നെ നമ്മുടെ മത്സരാർത്ഥികളെ വിളിച്ചാലോ? മത്സരാർത്ഥികളെ വിളിക്കാം. കഥ പറയണ്ടേ മോളെ? കഥ പറയും. താത്താന്ന് പാടി കഴിഞ്ഞിട്ട് പിന്നെ കഥ പറഞ്ഞില്ലെങ്കിൽ ശരിയാവൂല. അത്രയുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളെ, ഇന്ന് മത്സരിക്കുന്ന 2 കണ്ടസ്റ്റന്റ്സിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം കാവ്യ ശ്രീനിവാസ് ആൻഡ് നിത്യ പ്രവീൺ. സ്വാഗതം ചെയ്യുന്നു കാവ്യ ശ്രീനിവാസ് ആൻഡ് നിത്യ പ്രവീൺ. കാവ്യ സെക്കൻഡ് ടൈം ആണിത്, ആൻഡ് നിത്യ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ആദ്യമായിട്ടാണോ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാൻ പോകുന്നത്? സ്റ്റാൻഡപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എവിടെ വീട്? എവിടെയാ മോളുടെ? തിരുവല്ല. ആ മോളുടെ കൊടുങ്ങല്ലൂര്. നമുക്കറിയാം, നേരത്തെ വന്നിട്ടുണ്ടല്ലോ. അതെ. നിത്യ പറയൂ, നിത്യ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിൽ ഹസ്ബൻഡ്, മോള്, അമ്മയുണ്ട്. മോളുടെ പേരെന്താണ്? മോളുടെ പേര് അതിഥി. ശരി, കമ്മിങ് ടു കാവ്യ,
ഭയങ്കര പുതിയൊരു സ്റ്റൈലിലാണല്ലേ കാവ്യനെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ലേ? ഞാൻ സത്യമായിട്ടും എനിക്ക് പുതിയ കണ്ടസ്റ്റന്റ് ആണെന്നാ ഞാൻ വിചാരിച്ചേ. എന്റെ വീട്ടുകാർക്കും മനസ്സിലാവില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ നിങ്ങളിൽ ആരാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ വിഷു. കോളേജ് വിദ്യാർത്ഥിയായ സുധി ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ചാണ് നായികയെ ആദ്യമായി കാണുന്നത്. ഒരു പ്രണയഗാനത്തിന്റെ അകമ്പടിയിൽ അവർ ഒരേ ബുക്കിൽ തന്നെ പിടിക്കുന്നു, വലിക്കുന്നു, പിടിക്കുന്നു, വലിയോട് വലി. വലി കാരണം അങ്ങനെ ഒരു നായകന്റെ ഉമ്മ വരെ നായിക ബ്ലോക്കാക്കി കളഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ സിഗരറ്റുകൾ ഒരുമിച്ച് വലിച്ച് ഗിന്നസ് റെക്കോർഡ് ഇടാൻ നായകന് ശ്രമിക്കുന്നു. എന്നാൽ ആ ശ്രമത്തെ തകർത്തുകൊണ്ട് ഒരു കാർ ആ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുന്നു. ആ ആക്സിഡന്റിൽ നായികയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നു. അവളെ കാണാൻ നായകനും കൂട്ടുകാരും കൊടൈക്കനാലിലേക്ക് ബൈക്കിൽ പുറപ്പെടുന്നു. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, നായിക നായകനെ തിരിച്ചറിയുന്നില്ല. സങ്കടത്തോടെ അവിടെ നിന്നും വന്ന നായകൻ ഒരു കേക്ക് കട തുടങ്ങുന്നു. അതുവഴി താൻ ആദ്യം പ്രേമിച്ച പെൺകുട്ടിയുടെ അനിയത്തിയെ വളച്ച് കല്യാണം കഴിക്കുന്നു. എനിക്കിത് പറയാൻ ധൃതിയായി ഉത്തരം. എനിക്ക് അവസരമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വെമ്പുന്നുണ്ടല്ലേ? വെമ്പുന്നുണ്ട്. എല്ലാം മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി. എനിക്ക് രണ്ടാമത്തെ കിട്ടിയില്ല. അപ്പൊ ആദ്യത്തെ അവസരം ആർക്കാ കൊടുക്കണ്ടേ? ആരാ പറയാൻ പോലെ ആദ്യത്തെ കഥ? എനിക്ക് തോന്നുന്നു ഒരെണ്ണം കസ്തൂരിമാനാണെന്ന്. ആ ബാക്കി മൂന്നും പറയൂ, എന്നിട്ട് അടുത്താളും പറയട്ടെ. ബാക്കി ആ അറിയില്ല. ഒരെണ്ണം കസ്തൂരിമാൻ, ബാക്കി അറിയില്ല. ഇനി താൻ പറയൂ. അനിയത്തിപ്രാവ്. ആ അയ്യോ, രണ്ടാമത്തെ കഥ ഒന്നുകൂടെ പറഞ്ഞ നേരം ഞാൻ നോക്കി വെച്ചായിരുന്നു. പിന്നെ ആ രണ്ടാമത്തെ ലാസ്റ്റത്തെ കഥ. ലാസ്റ്റത്തെ കഥ ആ നായിക ഇങ്ങനെ നായികനെ രണ്ടാമത്തെ കഥ. നായകനെ മറന്നു. പ്രേമം ആ നടുക്കത്തെ കഥ. അറിയില്ല. നായകൻ കുറെ സിഗരറ്റ് വലിച്ചത്. തീവണ്ടിയാണോ? അപ്പൊ once upon a time ഇന്നത്തെ വേദിയിൽ ആദ്യം പെർഫോം ചെയ്യുന്നത് കാവ്യ ശ്രീനിവാസ്. ഹായ്, നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ്, ഒഫീഷ്യൽ, മെയ്ഡ് ഇൻ കുന്നംകുളം. പണ്ട് ഞാൻ പതിവായി മോഡൽ നമ്പർ പറയുമായിരുന്നു. ഇപ്പൊ ആൾക്കാർ അനാവശ്യമായിട്ട് എന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടുകൂടെ ആ പരിപാടി ഞാൻ നിർത്തിയ വിവരം ഇവിടെ അറിയിക്കുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്കുണ്ടായ ചെറിയ ഒരു ദുരനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, കഴിഞ്ഞ തവണ ഞാൻ ഷൂട്ടിന് വന്നപ്പോ നല്ല അതികലശലായ പനിയും ജലദോഷവും മൂലമാണ് ഇവിടെ വന്ന് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയി കിടന്നാൽ മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ചെന്നു, കിടന്നു, ഉറങ്ങി. പക്ഷേ ഏകദേശം ഒരു 12:30-12:45 ഞാൻ ഞെട്ടിണീച്ചു. എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് തീരെ വയ്യ, നല്ല വിറയലും പനിയും. കൂടെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, അവളെ ഞാൻ വിളിച്ചു. കുറ്റം പറയരുത്, ഫസ്റ്റ് വിളിയിൽ തന്നെ അവൾ എണീച്ചു. ഇങ്ങനൊരു പോക്ക് പോയിട്ട് പിന്നെ ചവിട്ടിയിട്ടും കുത്തിയിട്ടും മാന്തിയിട്ടും അവിടെ നിന്ന് ഒരനക്കം ഉണ്ടായില്ല. ലാസ്റ്റ് കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്റെ കെട്ടിയവൻ വന്ന് എനിക്ക് മരുന്ന് തന്നു. എന്നിട്ടും കൂടെ കിടന്നവള് ഇതൊന്നും അറിഞ്ഞില്ല. അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി പിഷാരടി ചേട്ടാ. മനസ്സും ശരീരവും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും വ്യക്തി അചേഷ്ടനാവുകയും തന്മൂലം പരിസരങ്ങളെ മറക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് ഉറക്കം എന്ന് പറയുന്നത്. എന്റെ പൊന്ന് രചനേച്ചി, സത്യം, പരമാർത്ഥം. അന്ന് അവള് കിടക്കണ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ CBI കുറിപ്പില് ജഗതിച്ചേട്ടൻ മോളിൽ നിന്നിടുന്ന ഡമ്മിക്കുണ്ടാവും ഇതിലും അടക്കം ഒതുക്കും. അന്ന് തന്നെ ഞാൻ എന്റെ കണ്ടന്റ് ഉറപ്പിച്ചു. ഉറക്കം നല്ല രസമുള്ള പരിപാടിയല്ലേ അല്ലെ? ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ് ഉറക്കം? എന്തിനാണ് ഉറങ്ങണത്? ഉറക്കം കുറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉറക്കം കൂടിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് വെച്ചിട്ട് കാര്യമില്ല, വല്ല ഗൂഗിളിലും പോയി സെർച്ച് ചെയ്തോ. പിന്നെ പണ്ട് തുടങ്ങിയ ആൾക്കാർ പറയും 10 പൈസയുടെ ചെലവില്ലാതെ നമുക്ക് നടത്താൻ പറ്റിയ 1-2 കാര്യങ്ങളേ ഉള്ളൂ, അതിലൊന്ന് ഉറക്കമാണെന്ന്. ശരിയല്ല. എന്താന്ന് വെച്ചാ 10 പൈസ കയ്യിൽ ഇല്ലാണ്ടായാലും 5 കാശ് കൂടുതൽ വന്നാലും ഉറക്കദേവതേന എത്ര ഉറക്കം വിളിച്ചാലും എന്റെ പൊന്നു രമേശേട്ടാ വിളി കേൾക്കൂല. പിന്നെ നമ്മളെ പോലുള്ള യൂത്തിൻ്റെയൊക്കെ രാത്രി ഉറക്കം ഉളച്ചിട്ട്
നേരം വൈകി എഴുന്നേക്കുന്ന നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് പോലും സ്നൂസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിന്നായിരിക്കുള്ളൂ. അലാം അടിക്കും, സ്വാഭാവികം നമ്മളത് സ്നൂസ് ആക്കും. അപ്പൊ ഞാൻ നോക്കിയിട്ട് വേൾഡിലെ തന്നെ ദ ബെസ്റ്റ് അലാം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി നമ്മുടെയൊക്കെ അമ്മമാര്. രാവിലെ 7 മണിക്ക് വിളിക്കുമോ എന്ന് ചോദിച്ചാ 6 മണിക്ക് വിളിച്ചിട്ട് 8 മണിയായി എന്ന് പറയും. ഇതിനാണെങ്കിൽ ആ സ്നൂസിങ് ഓപ്ഷൻ ഇല്ല. വേറെ കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തായാലും വെള്ളം കോരി ഒഴിക്കും, പാത്രത്തിനെറിയും. എന്റെ വീട് കൊടുങ്ങല്ലൂരായോണ്ട് നൈസായിട്ട് ഭരണിപ്പാട്ടും പാടും. എന്നിട്ട് ഇവരൊരു ഡയലോഗ് ഉണ്ട്, മടിയാണത്രേ, ഉറക്കം മടിയുടെ ലക്ഷണാണെന്ന്. ശരിക്കും നമ്മളെ മടിയന്മാരാക്കിയത് ആരാണ്? ഇവരൊക്കെ തന്നെയാണ്. കുഞ്ഞുവാവേരുന്നപ്പോ പിടിച്ചു കിടത്തി അങ്ങോട്ട് ഉറക്കും. 24 മണിക്കൂർ ഉറക്കം. ഒന്ന് കണ്ടം തിരുമ്പി എണീച്ച് വരുമ്പത്തേനും പിന്നെയും പാപ്പം തന്നു കിടത്തി ഉറക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ അമ്മ ഇല്ലാത്ത പാട്ടുപാടി പോലും എന്നെ ഉറക്കിയിട്ടുണ്ട്. സുക്കൂടു സുക്കൂടു സുർക്കൂടൂടൂടൂന്ന്. ഈ സുക്കുട് എന്താണെന്ന് എന്റെ അമ്മക്ക് ഇപ്പോഴും അറിയില്ല. ഞാനോ കേട്ട് എന്റെ മക്കൾക്കും ഇപ്പൊ ഇത് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ്. ഇരുട്ടൊന്നും എനിക്ക് പേടിയില്ല, ഞാൻ ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറയുമെങ്കിലും രാത്രി ലൈറ്റ് ഇട്ട് കിടക്കണവരാണ് ഇവിടെ ഇരിക്കണേൽ പകുതി എന്ന് എനിക്കറിയാം. ഏറ്റില്ല. നല്ല റിയാക്ഷൻ. കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഉറക്കത്തിന്റെ രീതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഉറക്കത്തിന്റെ രാത്രികൾ എന്ന് പറയുന്നത് ഉറക്കം ഇല്ലാത്ത രാത്രിയുണ്ട്, ഉറക്കം ഉള്ള രാത്രിയുണ്ട്. ഉറക്കം ഉള്ള രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉറക്കം ഉറങ്ങണ ദിവസം ഉറക്കമുള്ള രാത്രി. പിന്നെ ഉറക്കം ഇല്ലാത്ത രാത്രി. ഉറക്കം ഇല്ലാത്ത രാത്രി എന്ന് പറയുന്നത് യുവജനോത്സവത്തിന്റെ തലേന്ന് ഉറക്കം വരില്ല, ഓണം സെലിബ്രേഷന്റെ തലേന്ന് ഉറക്കം വരില്ല, ടൂർ പോണ ദിവസം ഉറക്കം വരില്ല. എന്റെ കാര്യത്തിൽ എക്സാമിന്റെ തലേന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം എനിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിസൾട്ട് വരുന്ന അന്ന് രാത്രി എന്റെ കുഴപ്പമല്ല, ആ പറട്ട പെണ്ണുമ്പുള്ള എന്നെ കിടത്തി ഉറക്കാറില്ല. അതായത് എന്റെ അമ്മ. പിന്നെ ഞാൻ എന്തായാലും സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ സ്റ്റാൻഡപ്പിന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് അച്ഛനമ്മ, അച്ഛൻ, അമ്മമ്മ, ഒരു ഗുണമില്ലാത്ത അമ്മാവന്മാർ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ അവസരത്തിൽ എൻ്റെ ഒരു മാമനെ സ്മരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. ഈ അവളുടെ രാവുകൾ കണ്ടിട്ട് ഉറക്കം ഉളച്ച് നിന്നിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് പണ്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് എൻ്റെ മാമൻ. മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ രൂപം കൊണ്ടായാലും സ്വഭാവം കൊണ്ടായാലും നമ്മുടെ കുംഭകർണേട്ടൻ്റെ ഒരു മിനി വേർഷൻ. ഇരുന്നുറങ്ങും, നിന്നുറങ്ങും, നടന്നുറങ്ങും, വേണ്ടി വന്നാൽ കിടന്നും ഉറങ്ങും. ഇങ്ങനെ ഉറങ്ങി 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 ഗൾഫിലുണ്ടായിരുന്ന ജോലി പോയി. ജോലി പോയ സമയത്ത് അറബി പറഞ്ഞത് ഇത്ര മാത്രമാണ്, പൊന്നുമോനെ നീ നാട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ, സാലറി അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാന്ന്. 10 കൊല്ലം കഴിഞ്ഞിട്ടും ജോലി പോയതല്ല, സാലറി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണ ഒരു മണ്ടൻ. അതിന്റെ ഇടയിൽ 2 വർഷം മുന്നേ നൈസായിട്ട് ഒന്ന് ബോറടിച്ചപ്പോ കോട്ടപ്പുറം പാലത്തിന്റെ മുകളിൽ ജസ്റ്റ് ഫോർ എ രസം എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിടാൻ പോയി. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്വാഭാവികം ആൾ ഉറങ്ങിപ്പോയി. നേരെ അൽച്ചും കെട്ടി പുഴയിലോട്ട് വീണ്. അവിടെ കിടന്നിട്ടും ആൾക്കൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് കോട്ടപ്പുറത്തിന്റെ അരികത്ത് താമസിക്കുന്ന നിവാസികൾക്ക് മാസത്തിൽ 2 ഡെഡ് ബോഡി മസ്റ്റാ. അതുകൊണ്ട് തന്നെ പോലീസുകാരെ വിവരം അറിയിച്ച് പോലീസുകാരൊക്കെ വന്ന്, ആംബുലൻസ് ഒക്കെ വന്ന്. കൊളവാഴ വന്ന് മൂടിയതുകൊണ്ട് ആദ്യം ആളാരാണെന്ന് മനസ്സിലായില്ല. പോലീസുകാർ വന്ന് മുഖമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ അത് മാമനായിരുന്നു. സ്ട്രക്ചറിലേക്ക് എടുത്തു വെച്ച് ആംബുലൻസിലേക്ക് കയറ്റണേന് മുന്നായിട്ട് എന്തോ ഭാഗ്യം ആളെണീച്ചു. അപ്പൊ അതിനു മുന്നേ വീട്ടിലെ ടർപ്പായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ വെളിവില്ലാത്ത നാട്ടുകാരിൽ ചിലര് മാമൻ എന്തോ ഭയങ്കര ഈ യോഗ പഠിക്കണവര് വെള്ളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങില്ലേ, ആ പരിപാടി ചെയ്താണെന്ന് പറഞ്ഞിട്ട് കുറെ പിള്ളേരെ കൊണ്ടുവന്ന് അങ്ങോട്ട് ദക്ഷിണ വെപ്പിച്ച്. അതുകൊണ്ടൊരു ഭാഗ്യം ഉണ്ടായി, ആംബുലൻസുകാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ വേറെ അവിടെ നിന്നും തെണ്ടണ്ടി വന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പുള്ളി നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യോഗാഭ്യാസിയാണ്. പിന്നെ പുള്ളിയുടെ അഭ്യാസമൊക്കെ ഞങ്ങൾ കുഞ്ഞുനാളിലേ തുടങ്ങി കാണുന്നതല്ലേ. നമ്മുടെയൊക്കെ തറവാട് വീടായിരുന്നിട്ടാ. അപ്പൊ ആ ടൈമില് എല്ലാവരും ഹാളില് ഇങ്ങനെ കൂട്ടം കൂടിയേ കിടന്നുറങ്ങുള്ളൂ. ആകെ ഒരൊറ്റ ഫാൻ ഉണ്ടാവും, അത് കറങ്ങിയാ പറയാ കറങ്ങിന്ന്. പിന്നെ മാമനല്ലേ, മാമൻ ഒരു കട്ടിലൊക്കെ സ്വന്തമായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ദിവസം ചൂടെടുത്ത് കിടക്കണ സമയത്ത് പതിവില്ലാണ്ട് ഭയങ്കര കാറ്റ്, അതും അടിയിൽക്കൂടി. സുഖമായിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചെങ്കിലും എന്നാലും ഒരു ക്യൂരിയോസിറ്റി, എന്താണ് ഈ കാറ്റ്. നൈസായിട്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ഈ പുള്ളിക്കാരൻ എന്തോ സ്വപ്നം കണ്ട് കമന്നടിച്ച് വീണിട്ട് വിഷുചക്രം കിടന്ന് കറങ്ങണമാരിങ്ങനെ കറക്കം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ പുള്ളി എന്താ കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. വേറൊന്നുമല്ല,
ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ രമണൻ ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന്, അതിനു മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയേണ്ടി വരും. ഈ പണ്ട് കാലങ്ങളിൽ പ്രേമം, കുഞ്ഞി അത്സിത ഉത്സിത പ്രവൃത്തികൾ, അവിഹിതങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ വെച്ചിട്ട് മോളൂസെ ഇങ്ങുവ എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല. ചെറിയ വിസിലടി, കയ്യടി, ചൂളംവിളി ഈ വക പരിപാടി കൊണ്ടായിരുന്നു. അപ്പൊ ഈ രമണൻ ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന ചേച്ചിക്ക് ഈ വിസിലടി കേട്ട അവിടെ ചെന്നിരിക്കുന്ന ചെറിയൊരു ചാബല്യം ഉണ്ടായിരുന്നു. അവിടെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങി. ജസ്റ്റ് കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ മാമൻ വിസിലടി തുടങ്ങി. ചേച്ചിയാണെങ്കിലോ വന്ന് ഞങ്ങളുടെ പെരക്കാത്തിരുന്നു. പിന്നെ സ്നേഹമുള്ള ഞങ്ങളുടെ അച്ഛനോ മുന്നിൽ അവരെ പിടിച്ചങ്ങ് കെട്ടിച്ച്. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവര് മസിനഗുടി വഴി ഊട്ടിപ്പോയി. ഇതിപ്പോ വന്നതല്ല, എന്റെ മാമൻ പണ്ടേ വിട്ട കേസാ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നത് മാമൻ മാത്രം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായി വിസിലടിക്കാൻ അറിയാവുന്ന ആരോ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്ക് നല്ല ദാമ്പത്യം, പ്രേമം ഇതൊക്കെ കാണുന്നത് ചെറിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഇത്രേ. അതോടുകൂടി പുള്ളി ഉറക്കം എന്ന് പറയുന്ന പരിപാടി ഉപേക്ഷിച്ചു. എന്താണെന്നറിയോ വീഡിയോ? നമ്മുടെ കണ്ണിനുള്ളില് ഒരു പ്രത്യേക തരം സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന്. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പ്രത്യുൽപാദനം നടത്തണേന്ന്. ഇതറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. മരിച്ചാൽ പോലും എന്റെ കണ്ണടച്ചു വെക്കരുതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇനിയിപ്പോ മാമന്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്റെ ടൂൾ നമ്പർ 2 ചങ്കത്തി കൂട്ടുകാരത്തി. അവള് അത്യാവശ്യം ചെറിയൊരു സെലിബ്രിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പലരും അവളുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കുമോ ചേച്ചി, ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തു സ്റ്റോറി ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു പാവം പയ്യൻ വന്ന് സെൽഫി ചോദിച്ചു. ഇവള് സെൽഫി എടുത്തു. ഇവള് അത്യാവശ്യം നല്ലേന്നല്ല, പണ്ടാറ് ഉറക്ക ഭ്രാന്തിയാ. പായ കണ്ടാ അവിടെ കിടന്നോളും. മറവിയുമുണ്ട്. വീട്ടിൽ വന്നിട്ട് ഇവള് സ്റ്റോറിയൊക്കെ ഇടാൻ മറന്നുപോയി. ചെക്കൻ രാത്രി മെസ്സേജ് വെച്ചു, ചേച്ചി സ്റ്റോറി ഇട്ടില്ല. അപ്പോൾ സ്റ്റോറി ഇടാൻ വേണ്ടി എന്തെങ്കിലും ക്യാപ്ഷൻ ഇടണമല്ല. നോക്കിക്കഴിഞ്ഞപ്പോ ചെക്കനും പച്ച ഇവളും പച്ച. ക്യാപ്ഷൻ ഇട്ട് ചെക്കൻ കയറി അങ്ങ് പച്ച പിടിച്ചെന്ന്. നേരെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഈ പച്ചിടാൻ മറന്നുപോയെന്ന്. ചെക്കൻ കയറി അങ്ങ് പിടിച്ചെന്നായി. ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അന്ന് തന്നെ പൂട്ടിയെന്നാണ് കേട്ടത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലാന്ന് എഴുതിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനും അവളും കൂടെ റോട്ടിൽ കൂടെ നടന്നു പോണ സമയത്ത് കുറച്ച് ടീംസ് കൂടി നിന്നിട്ട് പറയണേ, ദേ പോണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടിന്ന്. അത് അവിടെ നിന്നും പോയി. അങ്ങനെ ഈ ഉറക്ക കൂടുതലും ഉറക്ക കുറവുകളും ഇതൊക്കെ കാരണം പലർക്കും പല നഷ്ടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ജംബു ബലാനി ബക്വാനി പദംതി വിമലേചലെ കവി കമ്പിത ശകാബ്യം ഗുളു ഗുളു ഗുളു. ഇതിന് പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഹരിസാറിന് അറിയാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ലൈവായിട്ട് പ്രസന്റ് ചെയ്തു. ഇടയ്ക്ക് ചെറുത് ഏറ്റില്ല എന്നൊക്കെ തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഏറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്തു. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭയങ്കര ലൈവായിട്ട് ചെയ്തു. രമേശ് ഏട്ടാ, നല്ല രസമുള്ള പ്രകടനമായിരുന്നു കാവ്യ, നല്ല രസമുണ്ട്. തനിക്ക് ചില ഓരോരുത്തർക്ക് തനിക്ക് ഈ വിറ്റ് തുടങ്ങുമ്പോഴും തീരുമ്പോഴും കാലിൽ മുട്ടുമുടക്കുന്ന ഒരു പരിപാടിയുണ്ട് ചിലരുടെ വർത്തമാനത്തിൽ. അതുകൊണ്ട് ഞാനത് പറഞ്ഞപ്പോൾ ഇതോടെ ഇങ്ങനെ ആ സാധനം ചിലർക്കുണ്ട്. അങ്ങനെ ഒരു പരിപാടി വർത്തമാനത്തിൽ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നല്ല വിറ്റുകൾ ഒരുപാടെണ്ണം പറഞ്ഞു. എനിക്ക് ഏറ്റവും രസം തോന്നിയൊരു കാര്യം, നിങ്ങൾ ഈ ട്രോളുകളിൽ വരുന്ന ഉദയനാട് താരത്തിലെ ഒരു മീം കണ്ടിട്ടുണ്ടോ? സ്വന്തം സീൻ സിനിമയിൽ കാണുമ്പം സലീമേട്ടൻ ഇങ്ങനെ അഭിമാനത്തോടെ ഇരിക്കുന്ന ഒരു ഇതല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പെർഫോമൻസിന്റെ ഇടയിൽ എവിടെയോ ഈ കാവ്യ കയറി പറഞ്ഞു, നമ്മൾ യൂത്ത് ഉറങ്ങുമ്പോ എന്ന് പറഞ്ഞപ്പോ രചന നാരായണൻകുട്ടി ഒരു ചെറിയ സാധനം രചനയ്ക്ക് അല്ല, എന്താ രചന അത്, എന്തായാലും സംഭവം അത് അവിടെ ഇട്ട എക്സ്പ്രഷൻ എന്തായിരുന്നു? അത് സ്റ്റിൽ യൗവനായതുകൊണ്ട് വല്യപ്പൻ അവിടെ ഇരുന്ന് മരിച്ച കാര്യം വളരെ കൂളായിട്ട് പറഞ്ഞല്ലോ. മരിക്കുമല്ല ചെയ്തത്, പുള്ളി ഉറങ്ങി തന്നെ കിടക്കുമായിരുന്നു. മരിച്ചു എന്ന് നമ്മൾ വിചാരിച്ചുള്ളൂ, നാട്ടുകാരെ പോലെ തന്നെ. ആ വിറ്റ് വളരെ നല്ല വിറ്റായിരുന്നു, നമ്മളെ അങ്ങനെ വിചാരിപ്പിക്കാൻ പറ്റിയ നല്ല വിറ്റായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇതിനിടയിൽ ഓർത്തത്, ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം നടക്കുക. ഒരു കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെ പലരും വരുന്നുണ്ട്, പെണ്ണിൻ്റെ അച്ഛൻ അവരൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചേലക്കര എന്ന് പറയുന്ന ഷൊർണൂർ ഭാഗത്തുള്ള സ്ഥലത്തു നിന്നൊരു അമ്മയും കുടുംബവും കൂടെ വരാനുണ്ട്. അവരൊരു ട്രാവലറാണ്, ഒരു 20 പേരെ ട്രാവലറിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ രാവിലെ അനുഗ്രഹം മേടിക്കൽ ചടങ്ങൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട്, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാ ആ ചേലക്കരയിൽ നിന്ന് വരുന്ന ട്രാവലർ മറഞ്ഞു, അതിലുള്ള 20 പേരും അവിടെ ആശുപത്രിയിലൊക്കെ ആയി, അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആളപായം വല്ലതും ഉണ്ടോ? ആളപായമൊന്നുമില്ല, പക്ഷെ സാരമായ പരിക്കുണ്ട്, അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. അങ്ങനെയപ്പോൾ പുള്ളി ഇങ്ങനെ
ഫോൺ എടുത്ത് ഭയങ്കര ടെൻഷനായിട്ട് ഡയൽ ചെയ്തിട്ട്, ഹലോ മാറ്റനെ, 20 പേർക്കുള്ള അരി കുറച്ചിട്ടാ മതി കേട്ടോ. ആ പുള്ളി നേരെ പാചകക്കാരനെ വിളിച്ച് അപ്പോഴത് കട്ട് ചെയ്ത്. ഞാനോടത്ത് ദുഃഖിച്ച് നിൽക്കുവാണ്. അത് നല്ലതായിരുന്നു. അതുപോലെ ഈ ഉറക്കം വെളുപ്പിന് അമ്പലത്തില് തിരുമേനി കയറി നട അടച്ചിട്ട് അകത്തിരുന്ന് ഉറങ്ങിപ്പോയിന്നേ. വീടിനടുത്തൊരു അമ്പലത്തില് പുറത്ത് തൊഴാൻ നിൽക്കുന്നവന്റെ നട തുറന്നിട്ടല്ലേ എവിടെയും പോകാൻ പറ്റുള്ളൂ. ഇവരൊക്കെ തൊഴുത് നിൽക്കുന്നവര് 20 മിനിറ്റായി 30 മിനിറ്റായി. ഇത് ഹോട്ടൽ മുറി കയറി വിളിക്കുന്നവരെ തുറന്ന് വിളിക്കാൻ പറ്റുമോ? അതുമില്ല, തിരുമേനി ഉറങ്ങിപ്പോയി അകത്തിരുന്നിട്ട്. ഒരു രക്ഷയില്ല. എന്നിട്ട് അവസാനം കതിനെ പൊട്ടിച്ച അമ്പലത്തിന്റെ ചുറ്റും പൊട്ടിച്ചിട്ട് പുള്ളി തുറന്നു വന്നിട്ട് നുണ പറയാ, ഞാൻ ചില സ്പെഷ്യൽ പരിപാടികൾ പൂജകളൊക്കെ ചെയ്യാറുണ്ട്. ഇത് നടന്ന കാര്യം എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ ഉറക്കം ഒരു വലിയ കാര്യമാണ്. താൻ പറഞ്ഞാലും ഉറങ്ങിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഭക്ഷണം ഇല്ലാണ്ട് വേണേ ഒരു 10 ദിവസം വരെയൊക്കെ ജീവൻ കിടക്കും. ഉറക്കമില്ലെങ്കിൽ 10 കിടക്കൂല. അതിനു മുമ്പ് തൊട്ടിപ്പോവും. അത്രയും പ്രാധാന്യമുണ്ട് ഉറക്കത്തിന്. ആ വിഷയം എടുത്തുകൊണ്ട് വന്നതും പറഞ്ഞതും എല്ലാം വളരെ നല്ലതായിരുന്നു. നല്ല അവതരണമായിരുന്നു കേട്ടോ, ഗംഭീരം. കാവ്യ, ബ്യൂട്ടിഫുൾ സബ്ജക്ട്, എക്സലന്റ് പ്രസന്റേഷൻ, വെരി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ വിത്ത് വെരി ഗുഡ് എനർജി എല്ലാമായിരുന്നു. എനിക്ക് എപ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉറക്കം തോന്നിയിട്ടുള്ളത് ബസ്സിലുള്ള യാത്രയുടെ ഇടയിലുള്ള ഉറക്കം. അത് ഭയങ്കര സുഖമുള്ള ഉറക്കമാണ്. ആ കാറ്റടിച്ചുകൊണ്ടിട്ടുള്ള ആ ഉറക്കമുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ഉറക്ക നിമിഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തതിനും കൺഗ്രാറ്റുലേഷൻസ്. ഇനി വരണം. അടിപൊളിയായിരുന്നു. ഞാൻ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ മധ്യസ്ഥൻ ശശിക്ക് പറ്റിയൊരു അമളി ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ്ടായിരുന്നു പുള്ളി. അപ്പൊ രാത്രി ആയി കഴിഞ്ഞപ്പോ ഈ ജ്വല്ലറി ഉടമസ്ഥന്റെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണമാണ്. ഈ കല്യാണത്തിന് സ്വർണം പണിയിച്ചു കൊടുക്കുന്ന ആള് കൃത്യസമയത്ത് പണിയിച്ചു കൊടുത്തില്ല. അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ, ജ്വല്ലറിയിലല്ലേ സ്വർണ്ണം ഇരിക്കണേ, നമുക്ക് പോയി സ്വർണ്ണം ആവശ്യത്തിന് എടുക്കാം, അത് കഴിയുമ്പോൾ അങ്ങോട്ട് വെച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് പോയി അവർ ജ്വല്ലറി തുറന്നു, സ്വർണ്ണം എടുത്തു, തൂക്കി. ഇതെല്ലാം കഴിഞ്ഞ് ജ്വല്ലറി അടച്ചു പൂട്ടി പോയിട്ട് മധ്യസ്ഥൻ ശശി അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് ഇതേ പോകാൻ പോവുകയാണ്. എനിക്കറിയാം പ്രേക്ഷകർ എല്ലാവരും വളരെ ആകാംക്ഷയോടെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പിഷാരടി ഇതിന്റെയൊക്കെ ഓരോ ആളാണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഈ ഡയാനയുടെ മൂത്തുമ്മയാണെന്നുള്ള കാര്യം അറിയാലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ ഇരുത്തുന്നത്. ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നതാ. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിപാടിക്ക് വന്നിരിക്കുമ്പോൾ ഈ കേസും കൂട്ടമൊക്കെ ഉള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പരിപാടി നടത്തുന്നത് ശരിയല്ല. രചനയ്ക്ക് വല്ല കേസുണ്ടോ? എനിക്ക് കേസൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞ, നിങ്ങളൊന്നും കേസല്ല, അതല്ല പറഞ്ഞ. ഇവിടെ ഇപ്പൊ അങ്ങനെ ആർക്കും എതിരെ കേസും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതാ ഇവിടെ പാട്ടുപാടി നടക്കണ ഒരു നരച്ച അമ്മാവനില്ലേ, പുള്ളിക്കാരൻ ഇന്നലെ പറവൂര് കോടതിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ പരിപാടിയിൽ പെട്ടിട്ടുണ്ട് ആള്. പുള്ളിയാ? നമുക്കറിയില്ല. ദയാനൊന്ന് പുള്ളിനെ വിളിച്ച് ഇത് തന്നെയാണോ കണ്ടത് താത്ത? അതെ, നീ ചോദിക്കുക. എന്താണ് പാട്ട് വല്ലതും വേണോ? അല്ല ഒരു സെക്കൻഡ് ചോദിക്കേ. ഞാൻ കണ്ടില്ല, താത്തല്ലേ കണ്ടു. അല്ല, നീയല്ലേ അതിന്റെ ആളം, നീയല്ലേ ചോദിക്കണ്ടേ. താത്ത ചോദിക്കും, മൂത്ത ആള് താത്ത. നമ്മുടെ താത്ത പറയണതേ, യശോമാമനെ നമ്മള് കോടതി വളപ്പിൽ കണ്ടു, എന്തോ കേസുമായിട്ട് പിടിച്ചു, അങ്ങനെയൊക്കെയാണ് പറയണേ. അതുള്ളതാണോ? പോലീസുകാർ ഇപ്പണ്ടായിരുന്നു അവിടെ. പുള്ളീനെ പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. പോലീസ് നമ്മുടെ ഒരു ഗുഡ്വില് കളഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് കൃത്യം പറയണം. എവിടെ വെച്ചാ കണ്ടെന്നെ ശരിക്കും? കോടതിയില്, പറവൂര് കോടതിയിൽ വെച്ച് അവിടെ പോലീസുകാരുടെ ഇടയ്ക്ക് നിൽക്കണ്ടായിരുന്നു. പോലീസുകാർ പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. സംഭവം ഒന്നും അറിയില്ല. 10 മണിക്കാണ്? 10:10 10:10 ഒരു ഉച്ചയോട് കൂടിയാകണ്ടേ. അപ്പൊ അത് ഞാൻ തന്നെയാണെന്ന്. ഞാനായിരിക്കുള്ളൂ. പക്ഷേ വേറെ ഒന്നുമല്ല, അതൊരു 82 നടന്നൊരു കേസാണത്. ഇപ്പോഴും വാദം നടക്കണോ? 82 അന്ന് കഴിഞ്ഞു പോയ കേസ് വീണ്ടും അത് ആരോ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് വീണ്ടും. അതിപ്പോ നമ്മൾക്കൊരു നല്ല കാലം വന്നപ്പോ ആൾക്കാർ കുത്തിപ്പൊക്കി ആഘോഷിക്കുകയാണ് ഇപ്പൊ. ഇതിപ്പോ നിലവിൽ നല്ല കാലമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? മോശം കാലം അങ്ങനെ ഇരിക്കും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്താന്ന് വെച്ചാല്, എനിക്ക് ഈ വടുതലയിൽ ഒരു ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു. ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടോ? വെല്ലിച്ചന്റെ മോനും ഞാനും കൂടി ഉള്ളിക്കൊട്ടയൊക്കെ ചുമന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചാണ് ആ കാലത്ത്. അവിടത്തെ മുതലാളിയുടെ ഇത് ശരിയല്ലാണ്ട് പുള്ളിനെ ഒന്ന് രക്ഷിക്കാൻ നോക്കിയതാണ്. ഉള്ളിക്കച്ചവടം, ഉള്ളി ഫാക്ടറി ഉണ്ട് അവിടെ. അവിടത്തെ ഒരു മുതലാളിക്ക് സംഭവിച്ച ഞാൻ ചെന്ന് ഒന്ന് സഹായിച്ചാണ് ഉള്ള. വളച്ചേട്ടാ കാര്യം പറയാന്നേ. ഉള്ള ഉറക്കത്തിൽ നിന്ന് എനിപ്പിക്കാൻ നോക്കിയാണെന്ന്.
ഉറക്കത്തിലാ? പുള്ളി ഒഴുകി ഓടി പുറത്തു പോയി ഉരുണ്ടടിച്ച് വീണുന്നേ. തെളിച്ച് മനസ്സിലായില്ല. പറ അമ്മാവ. ഞാൻ അണ് ഇടവിടാതെ ഞാൻ കോടതി പറയണ അതേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടാം. പോരെ? വല്ലിച്ചന്റെ മകനായി ഉള്ളിക്കൊട്ട ചുമക്കാൻ വടുതല വളവിലെ ഫാക്ടറിയിൽ കയറാനായി എനിക്കാകെ സംഭ്രമം, എനിക്കാകെ സംഭ്രമം. വല്ലിച്ചന്റെ മകനായി ഉള്ളിക്കൊട്ട ചുമക്കാൻ വടുതല വളവിലെ ഫാക്ടറിയിൽ കയറാനായി എനിക്കാകെ സംഭ്രമം, എനിക്കാകെ സംഭ്രമം. കറങ്ങുന്ന ചെയറിൽ ഉറങ്ങുന്ന സാറിനെ കറങ്ങുന്ന ചെയറിൽ ഉറങ്ങുന്ന സാറിനെ ഉണർത്താൻ വേണ്ടി ഞാൻ ചെയറിൽ തള്ളവേ ചെയറും സാറും താഴെ മലയുടെ കീഴേ അവിടന്നു തവിടു പൊടിയതാ എന്നെ കണ്ട സാറിനു പേടി. വെള്ളിച്ചന്റെ മകനായി ഉള്ളിക്കൊട്ട ചുമക്കാൻ വടുതല വളവിലെ ഫാക്ടറിയിൽ കയറാനായി എനിക്കാകെ സംഭ്രമം, എനിക്കാകെ സംഭ്രമം. Okay, dear viewers, coming up next, നമ്മുടെ അടുത്ത മത്സരമാണ്. മത്സരാർത്ഥിയെ ക്ഷണിക്കുന്നു നിത്യ പ്രവീൺ. നമസ്കാരം, ഞാൻ നിത്യ പ്രവീൺ, തിരുവല്ലയിൽ നിന്നും വരുന്നു. ഈ പ്രവീൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഇത് പറയുന്നതെന്ന്. കാരണം പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളിയെക്കുറിച്ചൊന്ന് പൊക്കി പറഞ്ഞേക്കണേന്ന്. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വന്ന് വിചാരിച്ച്. അതായത് എൻ്റെ ഹസ്ബൻഡ് പ്രവീൺ, 33 വയസ്സ്, കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ. പുതിയ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നില്ല, കാരണം അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കെന്താ തുടങ്ങാം അല്ലേ? നമുക്ക് എല്ലാവർക്കും പണി കിട്ടാറുണ്ട്. പണിയെന്ന് പറയുമ്പം 2 തരത്തിലുള്ള പണിയുണ്ട്. ഒന്ന്, നമുക്ക് ഉപജീവന മാർഗമായി കിട്ടുന്ന പണിയും. 2, തൊട്ടടുത്തിരിക്കുന്നവൻ നമുക്കിട്ട് തരുന്ന 8ന്റെ പണിയും. എനിക്ക് പറയാനുള്ളത് ഇത് 2ാമത്തെ പണിയെ കുറിച്ചാ. കാരണം സ്ഥിരമായി പണി മേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പണി തരുന്ന ഒരാളാണ് എൻ്റെ കെട്ടിയോനും. പുള്ളി എന്നെ കെട്ടിയത് തന്നെ പുള്ളിക്കിട്ട് കിട്ടിയ 8ന്റെ പണിയാണെന്ന് അങ്ങേര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നെങ്കിലും എൻ്റെ പൊന്നെ ചേച്ചി അതല്ല സത്യം. എനിക്ക് കിട്ടിയ 16ന്റെ പണിയാണെന്ന്. അപ്പൊ എനിക്ക് പുരിയില്ലേ? ഇപ്പൊ താനേ പുരിയത്. പിന്നെ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ 750 രൂപ കൊണ്ട് ഒളിച്ചോടാൻ വന്നപ്പോ ഞാൻ ആലോചിക്കണമായിരുന്നു ഇയാളൊരു എച്ചിയായിരിക്കുമെന്ന്. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. 2ാമത്തെ പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചി കിട്ടാ കേട്ടോ. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദിരാത്രി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങളുടെ ആദിരാത്രിയുടെ അന്ന് തലേന്ന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയുടെ അപ്പച്ചിക്ക്. പെട്ടെന്ന് എന്തോ ഒരു വല്ലായിക. എല്ലാ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ ഓരോ അമ്മാവന്മാരും അപ്പച്ചിമാരും ഒക്കെ അല്ലയോ. പുള്ളിക്കാരി തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി ഇങ്ങ് കിടന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ, ഈ തള്ളയ്ക്ക് ആ വീട്ടിൽ ഇത്രയും റൂമുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ റൂം മാത്രമേ കണ്ടോളൂന്നാ. ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയെന്നുള്ള ഒറ്റ കാരണത്താ
പിറ്റേന്ന് രാവിലെ 5:30 ട്രെയിനി പല്ലുപോലും തേക്കാതെ ഉറക്കം എഴുന്നേക്കാതെ കിടന്ന അപ്പച്ചിയെ എടുത്ത് ഇയാള് ട്രെയിനകത്ത് കൊണ്ടിരുത്തി. അപ്പച്ചി പറഞ്ഞ്, മക്കളെ അപ്പച്ചി പല്ലൊന്നും തേച്ചില്ല, പല്ല് തേപ്പം ഗുളിയൊക്കെ ഇതിനകത്ത് മതിയെന്ന്. ഏതാണ്ട് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ തറവാട്ട് സ്വത്താതാ പുള്ളിയുടെ വിചാരം. അതും പോരാഞ്ഞിട്ട് ഈ ട്രെയിൻ തിരുവല്ല വളവ് തിരിയുന്നത് വരെ ഈ വൃത്തികെട്ടവൻ കണ്ണ് ചിമ്മാതെ നോക്കി നിന്ന്. നമ്മൾ വിചാരിക്കും അപ്പച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒന്നുമല്ല, അഥവാ അപ്പച്ചി എങ്ങനെ ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി വന്നാലോ ഫസ്റ്റ് നൈറ്റോ നടന്നില്ല. ഏത് കാര്യം ഇതൊക്കെയാണെങ്കിലും പുള്ളി ഞങ്ങളെ പൊന്നുപോലെ നോക്കും കേട്ടോ. അങ്ങനെ പൊന്നുപോലെ നോക്കി നോക്കി അമ്മച്ചാണോ നേര് ഒരു തരി പൊന്നെന്റെയോ എന്റെ കൊച്ചിന്റെ ദേഹത്തോ ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പൊ ഇതൊക്കെ എന്തുവാന്നല്ലേ, ഇതെല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് കവറിങ് എന്ന് പറയും. ഇപ്പൊ പൊന്ന് വേണമെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ചെന്ന് വായും പൊളിച്ച് നോക്കി നിൽക്കണം. അതാ എന്റെ അവസ്ഥ. എന്നാലും ഇന്ന് വരെ ഒരു കുറവും പുള്ളി വരുത്തിയിട്ടില്ല. നിങ്ങൾ വിചാരിക്കാതെ എന്താണല്ലയോ, എന്തെങ്കിലും വേണ്ടായോ വല്ല കുറവും വരുത്തണമെങ്കിൽ. എന്നെ കണ്ടാ വിചാരിക്കോ ഒന്നും ഇല്ലാത്ത വീട്ടിലെയാണ്, വല്ല കുറവുണ്ടോ തോന്നുവോ? ഇത് തന്നെ എന്റെ വിഷയം. ഈ വണ്ണം കാരണം എനിക്ക് യാതൊരു വിഷയമില്ല, പക്ഷെ എന്നെ കാണുന്ന നാട്ടുകാർക്ക് ആ വിഷയം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് നിന്നപ്പം അക്കരെ താമസിക്കുന്ന ഒരു ചേച്ചി ഓട്ടോ വിളിച്ച് ഇക്കരെ വന്നിട്ട് എന്നോട് ചോദിക്കുക, എന്റെ നിത്യേ നിനക്ക് എന്നാ വണ്ണം അടിയുന്നു. കുറെ വരുന്നുണ്ട് ബാക്കി ചോദ്യം കേട്ടോ, കുറെ ബാക്കി ചോദ്യം വരുന്നുണ്ട്. നീ ഏത് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നേന്ന്. ഇവരുടെ ചോദ്യം കേട്ടാ തോന്നി ഇവരുടെ റേഷൻ കാർഡിന്റെ അരിയും കൂടെ ഞാൻ അവിടെ നിന്ന് മേടിച്ച് പുഴുങ്ങി തിന്നുവാന്ന്. നമുക്കൊക്കെ ഒരു വിഷമം വന്നു കഴിഞ്ഞാലേ നമ്മൾ ആദ്യം ആരോട് പറയും? ഹസ്ബൻഡിനോട് പറയത്തില്ലയോ? അപ്പം ഞാൻ പറയും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചേട്ടനടുത്ത് എന്ന് പറഞ്ഞ്, ചേട്ടാ ഈ വണ്ണം ഒരു വിഷയമാണ്, എന്നെ എല്ലാവരും അങ്ങ് കളിയാക്കുമെന്ന്. അപ്പം പുള്ളി പറഞ്ഞ്, മോളെ നീ ഒരു കാര്യം ചെയ്താൽ മതി, ആരെങ്കിലും എന്തെങ്കിലും തരുമ്പം ദേ ഇങ്ങനെ ആക്കരുത്, വേണ്ടാന്നുള്ള രീതി ഈ തലയാട്ടെ കാണിക്കാവെന്ന്. പുള്ളി എന്നെ ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് ഡയറ്റ് ചെയ്ത് ഈ വണ്ണം ഞാൻ കുറയ്ക്കുമെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എന്ന് ഡയറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അന്ന് ഈ വൃത്തികെട്ടവൻ പോയി പുറത്തുനിന്നൊരു 10 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊണ്ടുവരും. ഞാനില്ല പൂച്ച ഉണക്കമീൻ തലയൊക്കെ നോക്കിയിരിക്കുന്നതാണ്. കുറച്ച് സമയമൊക്കെ നോക്കി ഇരുന്നിട്ട് പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല, കാരണം നമ്മൾ മനുഷ്യനല്ലയോ. നൈസായിട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങിയിരുന്നിട്ട് അതിൽ നിന്നൊരു 2 പൊറോട്ട എടുത്ത് ഇങ്ങോട്ടങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് ആ 8 പൊറോട്ട ചിക്കൻ ഫ്രൈ ഞാനങ്ങ് കഴിക്കും. അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും, ഒരു പഞ്ച് ഡയലോഗാ, എന്റെ പൊന്നു മോളെ നീ എന്തിനാ വിഷമിക്കുന്നേ, നിനക്ക് വണ്ണോളേനെ എനിക്ക് വിഷമോ ഇല്ല, പിന്നെ നാട്ടുകാർ പറയുന്നത് പറയട്ടെന്ന്. സത്യം പറയാലോ, ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദൈവദൂതനെ പോലെ എൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഈ ദൈവദൂതനെ ഞാനും കൂടെ വൈകിട്ട് പുറത്തു പോയി. അപ്പൊ ഞങ്ങളുടെ പെട്ടിവണ്ടിയിലാ പോന്നേട്ടെ, ആപ്പയ്ക്കകത്ത് പുറത്തു പോയ സമയത്ത് പോലീസുകാരൊന്ന് വണ്ടിക്ക് കൈ കാണിച്ചു. ചേട്ടൻ വണ്ടി നിർത്തി പോലീസുകാരോട് പറഞ്ഞു, സാറേ വണ്ടിയിൽ ലോഡുണ്ട്. നേരെ ബാക്കിൽ പോലീസുകാർ പോയി നോക്കി, എടേ വണ്ടിയിൽ ലോഡില്ലല്ലേ. അയ്യോ എന്റെ പൊന്ന് സാറേ, ബാക്കിലല്ല ലോഡ്, ഫ്രണ്ടിലാ. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ പറയുക, 160 കിലോടാ ലോഡാ സാറേ, കറക്റ്റ് സമയത്ത് ഇറക്കിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലെന്ന്. സത്യം പറയാലോ, ഈ ദൈവദൂതനെ പോലെ എനിക്ക് തോന്നിയ മനുഷ്യനുണ്ടല്ലേ, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ ചെകുത്താന്റെ രൂപത്തിലായങ്ങ് മാറി. കാര്യം ഇതൊക്കെയാണെങ്കിലും ഇങ്ങേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങേരൊക്കെ ഡീസന്റാ പുള്ളിയുടെ മാമനെ കുറിച്ച് പറയുവാണെങ്കിൽ മാമൻ നല്ലൊരു പണിക്കാരനാ. ആർക്ക് എങ്ങനെ എപ്പോ പണി കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാമൻ എന്താ പണിയെന്നല്ലേ. എൻ്റെ മാമന് മേശിരി പണിയാം. മേശിരി പണിയെന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കെട്ടുന്ന പണി അറിയത്തില്ലയോ? അതൊക്കെ പക്ഷെ പണി അറിയാവുന്ന മേശിരിമാർക്കാ. ഇത് ഒള്ളി ബാത്റൂം. അങ്ങനെ ആ പന്ന കളവായി 16ാമത്തെ ബാത്റൂമാണ് ഞങ്ങളുടെ വീട്ടിൽ കെട്ടി വെച്ചേക്കുന്നത്. അത് ഒരു മനുഷ്യൻ പോകണമെങ്കിൽ ഹരിമുരളീരവൻ പാട്ട് ശ്രുതി തെറ്റാതെ പാടണം, ഇല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവൻ കയറിയിരിക്കും. എൻ്റെ മാമന് വല്ലിച്ചനോടാട്ടോ പണിക്ക് പോന്നേ. ഒരു ദിവസം വല്ലിച്ചൻ വന്നിട്ട് മാമനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ നീ പണിക്കാൻ വരുന്നില്ലേ? എൻ്റെ പൊന്നു കൊച്ചാട്ടാ എനിക്ക് പനിയാന്ന്. വല്ലിച്ചൻ തൊട്ടൊക്കെ നോക്കി, എടാ ചൂടൊന്നും ഇല്ലല്ലേ കൊച്ചാട്ടാ, ഉള്ളിലാ പനിയെന്ന്. എന്തുവാ ഈ മരങ്ങോടെ തലേന്ന് 2 ഉള്ളി അങ്ങോട്ട് തൊലിച്ച് കഷത്തി വെച്ചിട്ടാ കിടന്നുറങ്ങിയത് പിറ്റേന്ന് പണിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വല്ലിച്ചൻ ചോദിച്ച്, എടാ
നീ വരത്തില്ലെങ്കിൽ നിനക്ക് നേരത്തെ പറയായിരുന്നു. മൈക്കാടിനാടില്ല, വടക്കേല രജനി മാത്രമേ ഉള്ളെന്ന്. സത്യം പറയാലോ എന്റെ പൊന്നി ചേച്ചി, രജനീന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. മാമ നാണ്ടടെ കുളിച്ച് ടിപ് ടോപ്പായിട്ട് വല്ലിച്ചെന്റെ മുമ്പിൽ. എടാ നീ വരുന്നില്ല, പനിയാന്നല്ലേ പറഞ്ഞേ. എനിക്ക് പനിയാന്നൊക്കെ പറഞ്ഞാലേ രജനി തന്നെ മൈക്കാടിന് നിൽക്കേണ്ടി വരത്തില്ലയോന്ന്. പിന്നെ മാമനൊരു കാര്യമുണ്ട്, കൃത്യനിഷ്ഠ. രാവിലെ 8 മണിക്ക് പണി കയറി കഴിഞ്ഞാ 5 മണിന്നൊരു സമയമുണ്ടെങ്കിൽ തേപ്പ് പലക മാമൻ കഴുകി കവറി വെക്കും. അന്നത്തെ ദിവസം മണി 5 5:30 6 മാമൻ തേപ്പുലക താഴെ വെച്ചില്ല. വലിച്ച നേരെ എന്നിട്ട് വെച്ച്, എടേ മണി 6 പണി നിർത്തുന്നില്ലേ? കൊച്ചാട്ട ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണോന്ന്. സംഭവം വലിച്ചന് പിന്നെ മനസ്സിലായത് ഇത് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയല്ല, താഴെ ഇന്ന് ചാന്ത് വരുന്ന രേണി ചേച്ചിയോടായിരുന്നു ഈ ആത്മാർത്ഥതയെന്ന്. ആത്മാർത്ഥത കൂടി ഒരു കുടുംബകലകം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് വല്ലിച്ചൻ തന്നെ ഈ തേപ്പുല കഴുകി കവറി വെച്ചു. രേണി ചേച്ചി ശമ്പളം മേടിച്ച് പോകാനിറങ്ങി. മാമൻ നാണ്ടടെ പുറകെ പോന്നു. എടാ നീ ഇതെവിടെ പോന്ന്? എന്റെ കൊച്ചേട്ട, നമ്മുടെ പണി സൈറ്റ് പണിഞ്ഞെടുക്കുന്ന ഒരു പെൺകുട്ടി അർദ്ധരാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്നത് ശരിയാണോന്ന്. ഈ 6 മണി എന്നു മുതലാ അർദ്ധരാത്രി ആയെന്ന് വല്ലിച്ചൻ ഇന്നുവരെ മനസ്സിലായിട്ടില്ല. അതും പറഞ്ഞിട്ട് എൻ്റെ മാമി കഴിഞ്ഞ ആഴ്ച എറണാകുളം പോയിട്ട് ഒരു 11 മണിയായപ്പോഴാണ് പൊലിക്കോട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നേ. ചേട്ടാ ഞാൻ ലേറ്റായി പോയി, ഒന്ന് ഇറങ്ങി വരാവോന്ന് വെച്ചപ്പം പുള്ളി എന്തോ പറഞ്ഞെന്നറിയാവോ? നിന്നെയൊക്കെ ഏത് മാക്കാൻ പിടിച്ചോണ്ട് വരാടി, ആ വയലെ നടന്നിങ്ങ് കയറി വരായി. ആ മനുഷ്യനെ രേണി ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയേക്കുന്നേന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത് മനസ്സിലായ വല്ലിച്ച എന്തോ ഇത് മാമനിട്ട് നല്ല പണി കൊടുത്തങ്ങ് വീട്ടിലിരുത്തി. പക്ഷെ മാമൻ തോറ്റില്ല. ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ പോയായിരുന്നു. ഞാൻ ചോദിച്ചു, മാമ പണിക്കൊന്നും പോന്നില്ലേ? പഴയതുപോലെയല്ല മക്കളെ, എല്ലാം ബംഗാളികളാണ്. മാമ പറയുവാ. എന്നിട്ട് മാമ എന്തോ ഇത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി. അവിടെ ചെന്ന് പണിയെടുത്തോണ്ടിരുന്ന മാമിക്കിട്ട് നല്ല പണി കൊടുത്ത് വീട്ടിലിരുത്തി. ഇപ്പം പോകുന്ന വഴി സാവത്രി, സരസ്വതി, സുമതി, സൗദാമിനി, ഭാഗ്യലക്ഷ്മി, രാജലക്ഷ്മി, സുബലക്ഷ്മി, കാത്യായനി, നന്ദിനി. അപ്പൊ നിങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടേന്നല്ലയോ? ഒന്നുമല്ല, തോന്നിയില്ലല്ലയോ? എനിക്ക് അന്നേരം മനസ്സിലായിരുന്നു. അപ്പൊ സംഭവം അതല്ല, കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ കൈയടിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ ഇതെല്ലാം മാമന്റെ സൈറ്റിൽ പണിയെടുക്കുന്ന ചേച്ചിമാരാട്ടോ. ഇവരെ എല്ലാരെയും വിളിച്ച് എന്റെ കുഞ്ഞമ്മയുടെ കടയിൽ കയറി പക്കാവട, ലഡു, ജിലേബി, മുറുക്ക് എന്ന് വേണ്ട സകല ബേക്കറിയും മേടിച്ചുകൊണ്ട് പോയി. കുഞ്ഞമ്മ ചോദിച്ചു, ചേട്ടാ ഇതെല്ലാം കൂടെ എന്തിനാന്ന് ചോദിച്ചാൽ പറയുക, ചെല്ലക്കിളികളെ കൊണ്ടൊക്കെ പോകുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് കുറിച്ചൊക്കെ അങ്ങ് ഇരിക്കാന്ന്. ഈ ചെല്ലക്കിളിയൊക്കെ കൊറിക്കാൻ മേടിച്ച കാശ് പാവം പിടിച്ച് എൻ്റെ അമ്മായി വല്ല അന്ത്യാപീസിലും പോയി തീർത്തോണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കത്തി 10-15 ഗോപികമാരടക്കി തൂമ്പയും പിടിച്ചൊരു ശ്രീകൃഷ്ണൻ. അതായിട്ടോ എൻ്റെ മാമൻ. പിന്നെ ഒരു കാര്യം കൂടുണ്ട്. അടുത്ത തൊഴിലുറപ്പ് സൈറ്റിലെ മേറ്റ് എൻ്റെ മാമനാ. ഇങ്ങനെ പണി കൊടുക്കാൻ അറിയാവുന്നവരും പേടിക്കാൻ അറിയാവുന്നവരുമായിട്ട് കുറച്ച് പേരോടൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ട്. സാവകാശം ഓരോരുത്തരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരാം. നന്ദി, നമസ്കാരം. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇനി വരുമ്പോ വീട്ടിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കോ. തീർച്ചയായും. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കേട്ടിരിക്കാം. ചേട്ടനോട് ചോദിക്കാം, രമേശ് ചേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. ഡയന പറഞ്ഞ പോലെ തന്നെ രസം എന്നുള്ള വാക്ക് കുറച്ചുകൂടെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു. അതിനൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു. മൊത്തം പറച്ചിലിനും കാര്യങ്ങൾക്കും എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. കുറേ നല്ല നർമ്മങ്ങളുണ്ടായിരുന്നു. പിന്നെ അമ്മാവൻ ഈ കൊണ്ടുവിടാൻ പോയതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് കണക്ട് ചെയ്യും. കാരണം ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ ഹരി വളരെ പണ്ട് ഒരു ഇവന്റ് ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിരുന്നൊരു വലിയൊരു കോമഡി ഷോയുടെ ഫിനാലെ ഇവന്റ് തീർന്നപ്പോൾ പാതിരാത്രി ഒരു 1 മണി എങ്കിലും ആയിട്ടുണ്ട്. അന്ന് 2-3 ആങ്കർമാരുണ്ട്. മെയിൻ 2 ആങ്കർമാരുണ്ട്, 2 പരിശീലന ആങ്കർമാർ, ഒരു പെങ്കൊച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും തീർന്ന് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്കൊരു ഓൾട്ടോ കാറുണ്ട്. ഇവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്നൊരു പ്ലാൻ ഇട്ടിട്ട് ഇവൻ എൻ്റെ കാറ് കഴിച്ചിട്ട് എൻ്റെ പോണ വഴിക്കാണ് ഒരു സുഹൃത്തിനെയും കൂടെ ആക്കുമെന്ന് ചോദിച്ചിട്ട് ഇവൻ അതിനകത്തുള്ള 2-3 പെങ്കൊച്ചുങ്ങൾ എൻ്റെ കാറിൽ കയറ്റിയിട്ട് ഞാൻ ഡ്രൈവറായിട്ട് നിങ്ങളെല്ലാം രാത്രി എറണാകുളത്തുള്ള പല വീടുകളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവൻ്റെ ആത്മാർത്ഥത എനിക്ക് അന്നാണ് മനസ്സിലായത്, ഹരിയുടെ. സത്യമായിട്ടും അത് ചെയ്യിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. എനിക്ക് ആ അമ്മാവൻ രാത്രി പാടത്ത് കൊണ്ടുവിടാൻ പോയ കഥ പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ ഓർമ്മ വന്നു. ഞാനൊക്കെ എന്തിനാ ഇങ്ങനെ പോയെന്നും കൊണ്ടുവിട്ടെന്നും ഉള്ളതൊക്കെ.
അത് ചേച്ചിയൊരു ഓർമ്മ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നു പറഞ്ഞപ്പോൾ പിന്നെ ആ പണിക്ക് പോകുന്ന അമ്മാവൻ്റെ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ രസമായിരുന്നു. തൻ്റെ അവതരണവും ചിരിച്ചും കൈയെടുത്തും ചില പ്രത്യേക ശൈലികളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. സൂപ്പറായി. നിത്യ നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. നിത്യയുടെ ചിരി നല്ല ഭംഗിയുള്ള ചിരിയാണ്. ആ ചിരി ത്രൂ ഔട്ട് നിത്യ മെയിൻറ്റെയിൻ ചെയ്തു. ഓരോ കാര്യം പറഞ്ഞ് ഇവര് കൈയടിക്കുമ്പോഴത്തേക്ക് ആ ചിരി വന്നിട്ട് പിന്നെ അടുത്ത കണ്ടന്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു രസകരമായിട്ടൊരു ഫ്ലോ എല്ലാം ഉണ്ടായിരുന്നു. നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഇനി വരാൻ പറ്റട്ടെ നിത്യക്ക്. മോളിങ്ങനെ ഈ അവതരിപ്പിക്കുന്ന സമയത്തെ റിഹേഴ്സൽ എടുക്കുമ്പോൾ തന്നെ ഈ കയ്യടിക്കുള്ള നമ്മളൊരു വിറ്റിടുമ്പോൾ ആ കയ്യടിക്കുള്ളൊരു ഗ്യാപ്പ് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ അവിടെ ഒരു കയ്യടി വീഴുന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. അപ്പോൾ ആ കയ്യടി വീണതിന് ശേഷമേ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പണ്ട് ധർമ്മജൻ ഇതുപോലെ റിഹേഴ്സൽ വെച്ചിട്ട് കയ്യടി ഇല്ലായിരുന്നു, ഗ്യാപ്പ് കൂടി പോയി. അങ്ങനെ രണ്ട് രസകരമായ പെർഫോമൻസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് ഓഫ് കാവ്യ ആൻഡ് നിത്യ. ഇവരിൽ ആരാണ് മികച്ചു നിൽക്കുന്നത്, ഇവരിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നറിയാം. അവരുടെ മാർക്സിൽ കിടക്കുന്നു. രചന. കാവ്യക്ക് എന്റെ വക 50-ൽ 46 മാർക്ക്. 46. വിഷുവിന്റെയോ 47 മാർക്ക്. 47. നിത്യക്ക് ഞാൻ 50-ൽ 46. എന്റെ വക 45. യെസ്, അപ്പോ കാവ്യക്ക് ലഭിക്കുന്നു 93 പോയിന്റ്സ്. അതുപോലെ തന്നെ നിത്യക്ക് 91 പോയിന്റ്സ്. ഓക്കെ, രണ്ടുപേർക്കും 90 എബവ് ആണ് മാർക്സ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ സാധിക്കും അടുത്തൊരു എപ്പിസോഡിലൂടെ. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇവരിലെ ബെസ്റ്റ് പെർഫോമർ ഇസ് നൺ അദർ ദാൻ കാവ്യ. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സമ്മാനം അവർക്ക് നൽകാനായിട്ട് രമേശ് ഏട്ട, രചന പ്ലീസ്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മിടുമിടുക്കികൾക്ക് onceupon-a-time@gmail.com-ലേക്ക് ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു രസകരമായ എപ്പിസോഡിലൂടെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാവുന്നവരേക്കും ബൈ.